ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്കൊരു കല്യാണത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അരുണേൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത്. 12 മണിക്കാണ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഡ്രസ്സ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെയാണ് കേട്ടോ. അപ്പോൾ 4 വർഷത്തിന് ശേഷം വീണ്ടും ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് ഇപ്പോഴും പാകാന്നാണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നല്ല. പിന്നെ സിമ്പിളായിരുന്നു ഡ്രസ്സ്, അതുകൊണ്ട് പിന്നെ ഭയങ്കര ഹെവി സംഭവം ഒന്നല്ല. പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടെൻഷൻ, അതായത് സമയത്തിന് എത്തുമോ എന്നുള്ളത്. അത് മാത്രമല്ല, വേറെ വലിയൊരു ടെൻഷൻ കൂടെ ഉണ്ട് കേട്ടോ. കല്യാണത്തിന് വന്നിട്ട് ഇവരുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ്സിനൊക്കെ ആങ്കർ ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയാണ്. ഈ വളവളാങ്ങനെ സംസാരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ളൊരു കൂട്ടത്തിലാണ്. സ്റ്റേജിൽ കയറി ഇന്നേ വരെ എൻ്റെ ഓർമ്മയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെറിയ കുട്ടി ചെറുപ്പത്തിലെങ്ങാണ്ട് വല്ല പാട്ട് എന്തെങ്കിലും പാടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അതും കുളമാക്കിയിട്ടുണ്ട്, അത് വേറെ കാര്യം. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് കേട്ടോ ഞാൻ പോണത്. ഞാൻ തലേ ദിവസം സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് പോലും ഇല്ല. എൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഉറക്കം തന്നെ വരുന്നുണ്ടായിരുന്നില്ല, എന്ത് ചെയ്യുമെന്നറിയാതെ. അങ്ങനെ നമ്മൾ ആ ടെൻഷൻ അടിച്ചടിച്ച് നമ്മൾ പള്ളിയിലെത്തിയപ്പോൾ അവരുടെ പരിപാടികളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഒരു മണി 1:30 ആകുമ്പോൾ നമ്മൾ ഹോളിലോട്ട് പോയി. ഇവരുടെ പള്ളിയിൽ കുറച്ചധികം ടൈം ഉണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ട് ായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശിവു അവിടെ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. ശിവുവിന് 2 ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഓടിക്കളിക്കായിരുന്നു പള്ളിയുടെ ഉള്ളിൽ ഫുള്ളായിട്ട്. ഞങ്ങളങ്ങനെ ഫുള്ള് ചടങ്ങുകൾ കഴിയാൻ നിന്നുണ്ടായിരുന്നില്ല. കുറച്ചൊന്നായപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അപ്പോൾ ഇവർ വരുമ്പോഴത്തേനും അവിടെ സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ മൈക്കിൽ സംസാരിച്ചിട്ട് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈക്കിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, പിന്നെ എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാന്ന് വെച്ചിട്ട് മുന്നേ പോയതായിരുന്നു കേട്ടോ. ഫോർ ദ വെരി ഫസ്റ്റ് ടൈം മിസ്റ്റർ ഡിബിൻ ആൻഡ് മിസ് മേഘ ആസ് ഹസ്ബൻഡ് and wife. So without any delay, let us give our warmest welcome to them. എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 3-3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണ് അത്രയും ലാഗായത്. അപ്പോൾ ഇവരെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശിവ അങ്ങനെ കയ്യിലിരുന്ന് ഉറങ്ങി. അങ്ങനെ ഇവരെത്തിയപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്തായാലും എന്നെ സംബന്ധിച്ചത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഒന്ന് അഭിപ്രായം പറയാം, മോശമാണെങ്കിലും അല്ലെങ്കിലും പറയുക. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഞാനും ഇത്രയും വിചാരിച്ചിട്ടുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യുക, ഇനി ഉള്ള കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യുക, അത്ര തന്നെ. നമ്മളെല്ലാത്തിലും പെർഫെക്റ്റ് ഒന്നുമല്ലല്ലോ, നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ അല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ പല മിസ്റ്റേക്കുകൾ ഉണ്ടാവും. 2ാമത്തേലും 3ാമത്തേലും മീൻസ് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിലൊക്കെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ആങ്കറിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.